ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടെ ഇന്ന് വിവിധ ആചാര സംരക്ഷണം കൂട്ടായ്മ നടക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ മത നേതാക്കളെയും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചാണ് യോഗം. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളോടൊപ്പം ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്തായാലും ഹൈക്കോടതി വിധി അടക്കം വന്നത് വലിയ തരത്തിൽ ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. ഇപ്പോൾ ദേവസ്വം ഭാരവാഹികൾ അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണോ നിൽക്കുന്നത്? എന്താണ് ചർച്ചയിൽ ഉയരുന്ന കാര്യങ്ങൾ? സ്വാതി, നമുക്കറിയാം തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നടന്ന വലിയ പ്രതിഷേധങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഒരു തുറന്ന രൂപത്തിലേക്ക് വരുന്നില്ലെങ്കിലും പൂരപ്രേമികളും ഭക്തരും അടക്കം വലിയ ഒരു വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് അടക്കം കടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആലോചനാ യോഗങ്ങൾക്ക് ശേഷം ഇന്ന് തൃശ്ശൂരിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ മതനേതാക്കളെയും ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും അടക്കം വിളിച്ച് കൂട്ടിയൊരു യോഗം നടക്കുന്നത്. പ്രതിഷേധ യോഗം എന്നുള്ള നിലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിപാടികളുടെ തുടർന്നുള്ള അടുത്ത യോഗമാണ് നടക്കുന്നത്. ആചാര സംരക്ഷണ കൂട്ടായ്മ എന്നുള്ള പേരിൽ 1000-ലധികം ദേവസ്വങ്ങളെയും വിവിധ മതനേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് യോഗം നടക്കുക. തൃശ്ശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് യോഗം. തൃശ്ശൂരിൽ വിവിധ മത നേതാക്കളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ നടക്കുകയും നമ്മളെ സംബന്ധിച്ച് ഉത്സവാഘോഷങ്ങളെല്ലാം എന്താ പറയുക നിശ്ചലമാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ നിയമനിർമ്മാണം വന്നിട്ടുള്ളത്. തീർത്തും അത് വളരെ വേദനാജനകമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഉത്സവങ്ങളുടെ നാടാണ്. ഇത് ഈ പറഞ്ഞ നമ്മുടെ ഈ മാസം തൊട്ട് മെയ് മാസം വരെയാണ് നമ്മുടെ ഉത്സവകാലം. ആ ഉത്സവകാലത്ത് പുതിയ റൂൾസും റെഗുലേഷൻസും വന്നത് ഒരിക്കലും നമുക്കത് അത് വെച്ചിട്ട് പൂരം നടത്താൻ പറ്റുന്ന രീതിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത് പുനഃപരിശോധിക്കണം. അതിനുള്ള ഒരു പ്രതിഷേധ യോഗമാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പാരമ്പര്യമാണ്. എത്രയോ തലമുറയായിട്ട് കൈമാറി വന്നിട്ടുള്ള ഇതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഗവൺമെൻറ് തക്കതായുള്ള ഒരു നിയമനിർമ്മാണം നടത്തി നമ്മൾ ഇന്നത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. എല്ലാവരും ഞാൻ ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങളും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ് സംഘടിപ്പിക്കുന്നത്. നേർച്ച നടത്തുന്ന ആൾക്കാർ, അതുപോലെ അടുപ്പുട്ടി പെരുന്നാൾ നടത്തുന്ന ആൾക്കാർ, പൂരങ്ങൾ ഉത്സവവും കേരളത്തിൻ്റെ എന്താ പറയുക പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രതിഷേധ യോഗമാണ്. അതിൽ നിന്ന് തന്നെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളത് ഗവൺമെൻറ്റിനെ അറിയിച്ച് ഗവൺമെൻറ് തക്കതായുള്ള നിയമനിർമ്മാണം നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്ര ആളുകൾ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്? ഞങ്ങളൊരു 2000-2500 പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ കാരണം ഒരു ആചാരം പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. പിന്നെ ഉത്സവങ്ങളായാലും വേലയായാലും പൂരായാലും അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊരു ചിട്ടയും വെടുപ്പും കാര്യങ്ങളുണ്ടെങ്കിലാണ് നമ്മുടെ കാര്യങ്ങൾക്ക് അത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആഘോഷമാണ്. ആ ആഘോഷം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അതാത് ഭഗവതിമാരുടെ പിറന്നാളത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ആ ഒരു ഭാഗമായിട്ടാണ് വേലയും ഉത്സവങ്ങളും പൂരങ്ങളും ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനൊരു വിഘ്നം വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കോടതി നിയമങ്ങൾ. കോടതി ഒരു നിയമം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നമുക്ക് നമ്മുടേതായ സൗകര്യങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ചെയ്യാൻ പറ്റും? 15 ആന തെക്കോട്ടിറക്കം ലോകത്തെ ഏറ്റവും വലിയ വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച യുനെസ്കോ അംഗീകരിച്ച ഇത്രയും വലിയ വിശ്വവിഖ്യാതിയായ തൃശ്ശൂർ പൂരത്തിൻ്റെ തെക്കോട്ടിറക്കം എങ്ങനെ നടത്തും? 15 ആനേനെ വെച്ചിട്ട് നമുക്ക് കുടമാറ്റം 3 മീറ്റർ അകലം പാലിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടത്താൻ പറ്റില്ല. അമരി മഠത്തിൽ വരവ്, എലഞ്ഞിത്ര മേളം, അങ്ങനെ ഇതിൽ പല കാര്യങ്ങളും, അത് പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളും നിശ്ചലമായി പോവും. അപ്പോൾ അതിനൊരു ഇത് വേണ്ടേ? നമ്മളൊരു കാര്യം നടത്തുമ്പോൾ എന്തെങ്കിലും വഴിപാടായിട്ട് ചെയ്യേണ്ടത് കാര്യമില്ലല്ലോ. അതിനൊരു ഭംഗി വേണം, പ്രൗഢി വേണം. അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു പരിഗണന വെച്ച് ഗവൺമെൻറ്റും കോടതിയും ഇത് മനസ്സിലാക്കി. പിന്നെ ഇതിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ ഇടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 4 മാസമാണ് ഈ ആനകൾക്ക് ഈ എഴുന്നള്ളിപ്പായിട്ട് ബന്ധപ്പെട്ട് ആനകൾ പോകുന്നുള്ളൂ. ബാക്കി 8 മാസം ആനകൾ വിശ്രമത്തിലാണ്. പിന്നെ ഞങ്ങളൊക്കെ ആനകളെ പരിപാലിച്ച് വർഷങ്ങളായി. ഞങ്ങൾക്കത് പാരമ്പര്യമുള്ള എല്ലാ ഗുരുവായൂർ ദേവസ്വം, മറ്റുള്ള ദേവസ്വം. അപ്പോൾ ഇതൊന്നും ആലോചിക്കാണ്ട് ഇതെന്താണ് നടക്കണേന്ന് വ്യക്തമായിട്ട് ഒരു ധാരണയില്ലാണ്ടാണ് ഈ കോടതി ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പുനഃപരിശോധിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾ വളരെ തൃശ്ശൂർ പൂരമായാലും മറ്റുള്ള ഉത്സവങ്ങളൊക്കെ ആയാലും അത് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട്
അപ്പം ഞങ്ങളെ സങ്കടത്തിലേക്ക് എത്തിക്കാണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കണ്ട് ഗവൺമെൻറ്റും കോടതിയും ഇത് മാറ്റിത്തരണം. ഇന്നത്തെ വൈകിട്ടത്തെ കൗസുഭത്തിൽ നടക്കുന്ന 5 മണിക്ക് നടക്കുന്ന യോഗത്തിൽ സാംസ്കാരിക നായകന്മാർ, മതമേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എല്ലാവരും വരും. അപ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞ് ഒരു തീരുമാനം എടുക്കും. ഇതിൽ ഒരു ചെവി കൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രതിഷേധമായിട്ട്, ഒരു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല. സ്വാതി, വ്യക്തമാണ്, ദേവസ്വങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ ദിവസം തന്നെ. ഇപ്പോഴും അവർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹരിക്കാൻ മറ്റൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. സർക്കാർ തലത്തിലൊരു നിയമനിർമ്മാണമാണ് ദേവസ്വങ്ങളും മറ്റ് മതമേതര അധ്യക്ഷന്മാരും എല്ലാം ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ യോഗങ്ങൾ നടക്കുന്നത്. ഇന്ന് നടക്കുന്ന യോഗം അത് വിപുലപ്പെടുത്തി സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ഒരു പ്രതിഷേധ അല്ലെങ്കിൽ കൂട്ടായ്മയായി മാറ്റാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടെ ഇന്ന് വിവിധ ആചാര സംരക്ഷണ കൂട്ടായ്മ നടക്കും, യോഗം നടക്കും. ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ മത നേതാക്കളും ഇതിന് നേതൃത്വം വഹിക്കും. ആ വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും ലെവിൻ നൽകിയത്.